Forgive others not because they deserve forgiveness, but you deserve peace. എന്നെ അടുത്ത കാലത്ത് ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കോട്ടാണിത്. സത്യമല്ലേ? നമ്മളെ പല രീതിയിൽ ചിലപ്പോൾ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ച ആൾക്കാരോട് നമ്മൾ ക്ഷമിച്ചിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു? കാലാകാലം നമ്മൾ ആ ബേർഡൻ ചുമന്നുകൊണ്ട് നടക്കുന്നു. അത് നമ്മുടെ മനസ്സമാധാനത്തെ തകർക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം അവർക്ക് മാപ്പ് കൊടുക്കുക എന്നത് മാത്രമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതായത് നമ്മൾ വിചാരിക്കും അവർക്ക് മാപ്പ് കൊടുത്തു എന്ന്. പക്ഷെ ആ ട്രോമ നമ്മുടെ ഉള്ളിൽ കിടക്കുകയും കാലാകാലം നമ്മൾ ആ ഭാരം ചുമന്ന് മുന്നോട്ട് പോവുകയും ചെയ്യും. അത് നമ്മൾ അറിയ പോലും ഉണ്ടാവില്ല ഒരു പക്ഷേ. ആൻഡ് ഒത്തിരി നാളായിട്ട് ഞാൻ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്, ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് നമ്മൾ മാപ്പ് കൊടുത്തോ ഇല്ലയോ എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. ആൻഡ് ഇപ്പം അടുത്ത കാലത്തായിട്ട് എനിക്ക് അതിൻ്റെ ഒരു ആൻസർ കിട്ടി. ഫോർഗീവ് മീൻസ് റിമെമ്പർ വിതൗട്ട് പെയിൻ. അതെ, നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ വേദനയില്ലാതെ ഓർക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷനോട് അല്ലെങ്കിൽ അത് ചെയ്ത വ്യക്തിയോട് പൊറുത്തു എന്നാണ് അതിനർത്ഥം. ആൻഡ് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാണ്. യു ആർ ഫ്രീ ഫ്രം ദ ബേർഡൻ. നിങ്ങൾ ആ ബേർഡൻ ചുമന്നുകൊണ്ട് നടക്കുന്നില്ല. ആൻഡ് നിങ്ങൾ കൂടുതൽ മനസ്സമാധാനം അനുഭവിക്കുകയും കൂടുതൽ കാര്യശേഷിയുള്ള ആൾക്കാരുമായിരിക്കും കമ്പയർ ടു അതേഴ്സ്. സോ ഫോർഗീവ് ചെയ്യുക. നമ്മൾ എന്തിനാണെന്നേ വെറുതെ ആ ഭാരമൊക്കെ ചുമന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഇല്ലാണ്ടാക്കുന്നത്? മാപ്പ് കൊടുത്തേക്ക്.